SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇഡിക്ക് കൈമാറും. പകർപ്പ് കൈമാറാൻ കോടതി അനുമതി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇന്ന് ഇഡിക്ക് ലഭിച്ചേക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIOയുടെ കണ്ടെത്തലുകൾ, SFIO കണ്ടെടുത്ത രേഖകൾ എന്നിവ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമാണ്, അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ പകർപ്പ് തേടിക്കൊണ്ട് SFIO നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് തേടിക്കൊണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാനാണ് കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. പകർപ്പ് ലഭിക്കുന്നതോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടികളിലേക്ക് കടക്കും. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇഡി ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് പ്രധാനപ്പെട്ട പ്രതികളെ, ഇപ്പോൾ SFIO കേസിൽ പ്രതികളായിട്ടുള്ള പലരുടെയും ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് CMRൽ MDയുടെ ചോദ്യം ചെയ്യലായിരുന്നു. ശശിധരൻ കർത്തിയെ മണിക്കൂറുകളായിരുന്നു ആലുവയിലെ വീട്ടിലെത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയിരുന്നു. അന്ന് തന്നെ ചില രേഖകൾ ശശിധരൻ കർത്തയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. മാത്രമല്ല CMRലുമായി ബന്ധപ്പെട്ട് നിരവധി ജീവനക്കാരെയും ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു പകലും ഒരു രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ഈ ജീവനക്കാരെ പൂർത്തിയാക്കിയത്. അതിനുശേഷം അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് SFIO കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് അനുബന്ധമായി നിർണായകമായ ചില രേഖകൾ കൂടി SFIO കോടതിക്ക് നൽകിയിരുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് മാസപ്പടി ഡയറി അടക്കമുള്ള രേഖകളാണ് കൈമാറിയിട്ടുള്ളത്. അതിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പല തവണകളായി നൽകിയിട്ടുള്ള മാസപ്പടിയുടെ വിവരങ്ങളായിരുന്നു ചുരുക്കപ്പേരുകളിൽ ഇതിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനുബന്ധ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനമാണ്. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നതുകൊണ്ട് തന്നെ ഈ രേഖകൾക്കും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. ഈ രേഖകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുറ്റപത്രം, അതിന്റെ വിശദമായ റിപ്പോർട്ടും തന്നെയാണ് ഇഡിക്ക് കൈമാറുക. ഇതോടുകൂടി തന്നെ തുടർ ചോദ്യം ചെയ്യലുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇഡിക്ക് കൈമാറും. പകർപ്പ് കൈമാറാൻ കോടതി അനുമതി നൽകി കഴിഞ്ഞു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ച അനുമതി നൽകിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.